ഇതിൻ്റെ ഒരു ഉദ്ഘാടനം എങ്ങനെയാണ് കുറേ ആലോചിച്ചു. സാധാരണ റിബൺ കട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ എന്താണൊരു വെറൈറ്റി വേണ്ടത്? ഞാൻ എൻ്റെ കരിയറും ഒക്കെ തുടങ്ങിയത് പിയാനോയിലാണ്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് കുറേ പ്രോഗ്രാംസ് ലാലേട്ടൻ്റെ കൂടെ, ലാലേട്ടൻ ഇവിടെ ഇരിക്കുന്നു, ഞാനവിടെ പിയാനോ വായിക്കുന്നു. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 50 പാട്ടെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളും പരിപാടി നടത്തിയിട്ടുണ്ട്, പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നിങ്ങൾ കേട്ടിട്ടോന്നറിയില്ല, ചില പിയാനോ സോങ്സ് കമ്പോസ് ചെയ്തിരിക്കുന്ന 2 പേര് പിയാനോ വായിക്കുന്നതാണ്. ഇന്ന് ലാലേട്ടൻ പിയാനോ വായിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു ഗംഭീരമായ നടനാണ്. പക്ഷെ അതിനേക്കാട്ടിലപ്പുറം ലാലേട്ടൻ ഒരു റിയൽ ലൈഫ് പേഴ്സണാണ്. എന്ത് പറഞ്ഞാലും ഒരു നോ പറയാൻ, എന്തൊരു ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് ലാലേട്ടൻ എനിക്ക് നോ പറയാൻ എനിക്കൊരു അവസരം തന്നിട്ട് ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ പുലർച്ചെ ഞാൻ ചോദിച്ചു, ലാലേട്ട ഇങ്ങനൊരു പരിപാടി ഒന്നും വേണ്ടിയിട്ടില്ല അതിന്. ഇപ്പോൾ എന്നെ ഫോൺ ചെയ്തപ്പോൾ ചോദിച്ചു ഞാൻ എന്താ വായിക്കേണ്ടതെന്ന് അറിയാത്ത ആളാണ് ഇപ്പോൾ പിയാനോ വായിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് എ കോൺഫിഡൻസ് ഓഫ് ദ ഗ്രേറ്റ് ലെജൻഡ്. അപ്പോൾ ലാലേട്ടൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള റഹ്മാൻ സാർ കമ്പോസ് ചെയ്തിട്ടുള്ള നറുമുഖേ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് പാട്ട് ലാലേട്ടനും ഞാനും ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഫ്രാൻസിസ് ഏട്ടനോട് വായിക്കാൻ പോകുന്നത്. ഇത് വായിച്ച് ലാലേട്ടൻ വായിച്ചിട്ടാണ് ഈ ഹോള് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ റെഡിയാണോ? അവിടെ ക്യാമറ ടീം ഒന്ന് സഹകരിക്കണം. ക്യാമറ ടീം ഒന്ന് പിന്നോട്ട് മാറിയിരിക്കണം. മൈക്ക് റെഡിയാണോ? That's a great start, അല്ലേ സ്റ്റീഫൻ ചേട്ടാ? അപ്പം നമുക്ക് എല്ലാവർക്കും